ഹലോ ഗൈസ്, കേരള രാഷ്ട്രീയത്തിലെ ഒട്ടും സ്വാഗതാർഹമല്ലാത്ത രണ്ട് ട്രെൻഡുകളെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതായത് UDF വന്നതിന് ശേഷം നമ്മുടെ കേരള BJP ഘടകം ഉണ്ടാക്കിയ 2-3 പോസ്റ്ററുകളെ ചൊല്ലിയിട്ട് ഭയങ്കര വിവാദം കൊടുമ്പിരി കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ യാതൊരു ചർച്ചകളും കൂടാതെ ഞങ്ങൾ അതിനെതിരെ കേസിന് പോവുകയാണ് എന്നുള്ള രീതിയിലാണ് UDF പോകുന്നത്. അത് എന്തൊരു വിഡ്ഢിത്തമാണ് അവർ കാണിക്കുന്നത്. എതിർ സ്വരങ്ങൾ എന്തായാലും ഉണ്ടാവും. ജനാധിപത്യ രാജ്യത്ത് എന്തായാലും പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടാവും. അതിനെ അഡ്രസ്സ് ചെയ്യാണ് വേണ്ടത്. അതല്ലാതെ അടിച്ചമർത്താൻ നോക്കുവോ അതിനെതിരെ പരാതിപ്പെടുകയോ ചെയ്യല്ല വേണ്ടത്. അതായത് നമ്മൾ സ്കൂളിൽ നുള്ളി പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പരാതി എത്ര നാൾ പറയും? നിങ്ങൾ അത്രയും തികഞ്ഞവരാണോ? അല്ല. വിജയാഹ്ലാദത്തിന്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് തൊടുപുഴയിലും വയനാട്ടിലും നടത്തിയ വർഗീയ പരാമർശങ്ങളും ഇപ്പൊ SNDP NSS നേതാക്കളെ ഭർസിച്ചു കൊണ്ടിട്ടുള്ള മുദ്രാവാക്യങ്ങളും ഒക്കെ അത് നിങ്ങൾ അഡ്രസ് ചെയ്തു? ഇല്ല. സസ്പെൻഷൻ കാണിച്ചിട്ട് നാട്ടുകാരുടെ കണ്ണി പൊടിയിട്ടാ പോരാ. അതിനെതിരെ പ്രോപ്പറായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കണം. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ നേതാക്കളുള്ള നിങ്ങളുടെ പാർട്ടിയിൽ അവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കിയോ? അവരെ ന്യായീകരിക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്? എന്നിട്ട് BJP വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ കണ്ണിൽ എത്ര നാളുകൾ നിങ്ങൾ പൊടിയിടും? BJPക്കാർ പറയുന്ന കാര്യങ്ങൾ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പ്രൂവ് ചെയ്യൂ. നിങ്ങൾ അതിൽ ഭാഗഭാക്കല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യൂ. എന്നിട്ട് സംസാരിക്കൂ. അതല്ലാതെ ക്യാൻസൽ കൾച്ചർ കൊണ്ട് ഇനി കാര്യമില്ല. കാരണം അവർ ഓൾറെഡി MLAs ഉള്ള ഒരു പാർട്ടിയാണ്. അവർ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്. അപ്പം അവർക്ക് നിങ്ങൾക്കെതിരെയുള്ള ന്യായങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. കാരണം അവർ ജനപ്രതിനിധികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ പ്രോപ്പറായി അഡ്രസ് ചെയ്യുക. അല്ലാതെ ക്യാൻസൽ ചെയ്ത് കളയാനുള്ള സ്കോപ്പ് ഇല്ല ഇനി. ഓക്കെ, ഇതൊന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, VD സതീശന് വേണ്ടിയുള്ള PR ടീം സത്യം പറയാലോ വളരെ ബോറാണ്. നിങ്ങൾ കുറച്ചുകൂടെ ഒരു ബെറ്റർ PR ടീമിനെ ഏൽപ്പിക്കൂ കേട്ടോ. അതായത് അനിയത്തിപ്രാവിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ട് എത്ര നിങ്ങൾ ഓടിക്കും ഈ PR? അതും അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഈ മനോരമ ടീമാണ് കേട്ടോ. സതീശൻ കാല് നീട്ടുന്നത് ഇങ്ങനെ, സതീശൻ ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ, സതീശൻ ഇഷ്ടമുള്ള ഭക്ഷണം ഇത്, സതീശൻ അങ്ങോട്ട് തിരിയുന്നത് അങ്ങനെ, സതീശൻ ഇങ്ങോട്ട് തിരിയുന്നത് ഇങ്ങനെ. എന്താ ഇതൊക്കെ? മലയാളികൾ എല്ലാ വാർത്തകളും കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. 2 ആഴ്ചയായിട്ട് അധികാര തർക്കവും വടംവലിയായിട്ട് നിന്നൊരു വ്യക്തിയെ നിങ്ങൾ ഇങ്ങനെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി എത്ര പ്രാവശ്യം അവതരിപ്പിക്കും? മലയാളികൾക്ക് ആർക്കും അത് ദഹിക്കില്ല. അതുകൊണ്ട് തന്നെ PR എന്ന് പറയുന്നത് ചെയ്ത് കാണിച്ചിട്ട് അതിനെപ്പറ്റി പറയൂ. അപ്പം ഞങ്ങൾ അംഗീകരിക്കാം. ഓക്കെ, ഈ 2 കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.